പുതിയൊരു അധ്യയന വർഷം ഇതാ ആഗതമായിരിക്കുന്നു. അതോടുകൂടി നല്ല മഴയും. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഒരു കുഞ്ഞ് ക്ലീനിങ് വ്ളോഗ് മാത്രമായിട്ടാണ് വന്നേക്കുന്നത്. ക്ലീനിങ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വേറെ ഒന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് ക്ലീനിങ് ആയിരുന്നു. കണ്ടോ, ഞാനിവിടെ പനി പിടിച്ചൊരു 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ കിടപ്പായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ റൂമിൻ്റെ ഒരു ശോചനീയാവസ്ഥയാണ് ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചത് കേട്ടോ. അപ്പം മുക്കിനും മൂലയിലും എല്ലാം തുണികളും പേപ്പറും അതും ഇതും എല്ലാം കിടപ്പുണ്ട്. ഒരുമാതിരി എന്താ പറയുക, ആളൊഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെന്നോ അല്ലെങ്കിൽ ആന കരിമ്പും കാട്ടി കയറിയത് പോലെന്നോ ഒക്കെ പറയാവുന്ന ഒരു വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്ന ഒരു റൂം അങ്ങനെയായി കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എന്തായാലും ക്ലീൻ ചെയ്ത് തുടങ്ങുകയാണ്, അപ്പോൾ നമുക്ക് ഈ അലമാരിയുടെ മേശ അതിൻ്റെ ആ വലുപ്പിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. നമ്മുടെ സാധനങ്ങളൊക്കെ എത്ര അടുക്കിപ്പറക്കി ഒതുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു 3-4 ദിവസം നമ്മൾ അങ്ങോട്ടത്തേക്ക് കൈ കടത്താതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അടുക്കിപ്പറക്കി വെച്ചേക്കുന്നതിൻ്റെ കോലങ്ങൾ തന്നെ മാറും. അത് അടുക്കിപ്പറക്കി വെച്ചേക്കുകയാണോ, അത്തപ്പൂ ഇട്ടേക്കുന്ന പോലെ ചെതറിയിട്ടേക്കാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാക്കിയിടും നമ്മുടെ വീട്ടിലുള്ളവരല്ലേ. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തപ്പിത്തടയുമ്പോൾ അങ്ങനെ തിരഞ്ഞു പോകുന്നതാണ്. നമ്മളെപ്പോഴും അടുക്കിപ്പറക്കി വെക്കുന്ന കൂട്ടത്തിലല്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ആർക്കും അങ്ങനെ വിഷമമായിട്ടൊന്നും തോന്നണ്ട. അപ്പം നമ്മുടെ മേശ വലിപ്പെല്ലാം ഞാനിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് ഇനി പോരുന്നത് എവിടെയെങ്കിലും ഒരിടത്തിരുന്ന് സമാധാനമായിട്ടിരുന്ന് അടുക്കി പറക്കാമല്ലോ എന്ന്. അപ്പം ഞാനീ പറക്കി ഒതുക്കുന്നതെന്ന് പറഞ്ഞത് മൊത്തം എൻ്റെ മേക്കപ്പ് ഐറ്റംസാണിത് കേട്ടോ. ഇത് ഞാൻ കാണിക്കുന്നത് സ്റ്റുഡിയോയിൽ നിന്ന് കുറച്ച് നെയിൽ പോളിഷ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. പിന്നെ 2-3 ലിപ്സ്റ്റിക്കൊക്കെ അതൊക്കെയാണ് ഈ കാണിക്കുന്നത്. പിന്നെ കുറേ പൊട്ടുകളുണ്ട് കേട്ടോ, വലിയ വലിയ വട്ടപ്പൊട്ടുകളാണ്. ഞാനിതൊന്നും ഇടത്തില്ലെങ്കിലും പക്ഷേ ഇതിൻ്റെ ഭംഗി കാരണം എനിക്കെടുത്ത് കളയാൻ തോന്നുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് കേട്ടോ. നമ്മൾ ഉപയോഗിക്കത്തില്ലെങ്കിൽ പോലും ചില സാധനങ്ങൾ നമുക്കെടുത്ത് കളയാൻ തോന്നത്തില്ല. അതെങ്ങനെ സൂക്ഷിച്ച് വെക്കാനാണ് തോന്നുന്നത്. ഞാനങ്ങനെ വെക്കുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ വെച്ച് കുറേ സാധനങ്ങൾ, വേസ്റ്റ് സാധനങ്ങളുണ്ട്, നമ്മൾ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങൾ എടുത്ത് കളയാൻ തോന്നില്ല. കാണുമ്പോൾ അതിൻ്റെ ഭംഗി കൊണ്ടായിരിക്കും നമ്മളങ്ങനെ എടുത്ത് വെക്കുന്നത്. എന്തായാലും പറഞ്ഞിരിക്കാതെ നമ്മുടെ മേശവലിപ്പെല്ലാം നമ്മൾ വൃത്തിയാക്കി അതിനുള്ളിലെല്ലാം അടുക്കി പറക്കി എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത അംഗമെന്ന് പറഞ്ഞാൽ മിഷ്യൻ്റെ മണ്ടയ്ക്ക് പിന്നെ ഒരു ഓർഗനൈസർ ഉണ്ടടാ. ഓർഗനൈസർ എന്നാണോ അതിന് പറയുന്നത്, എനിക്ക് പേര് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. കുറേ വർഷങ്ങളായതാണ്. ഇപ്പം ഞാൻ അതിനകത്ത് അധികം അലത്ത് കുളുത്ത സാധനങ്ങൾ, ഞാൻ ഉപയോഗിക്കാത്ത അലത്ത് കുളുത്ത സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കും. അത് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെരുപ്പൊക്കെ അടുക്കി വെക്കുമായിരുന്നു അതിനകത്ത്. അതിന് പുറത്തൂടെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീട് പണിയുടെ ആവശ്യത്തിന് വേണ്ടി അതെല്ലാം വലിച്ചു വാരി എടുത്തപ്പോൾ അതിൻ്റെ പുറംചട്ടയൊക്കെ എന്തെന്ന് പോലും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഒരു ഷെൽഫ് പോണൊക്കെ ആക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മെഷീൻ വൃത്തിയാക്കാം. തയ്യൽ മെഷീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു നീണ്ട കഥ തന്നെ ഉണ്ട് കേട്ടോ. 10-20 വർഷത്തിൽ കൂടുതലായി എൻ്റെ കൂടെ കൂടിയിട്ട്. എൻ്റെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നെയായിരുന്നു. ഞാൻ കല്യാണം കഴിയുന്നതിന് മുമ്പായിട്ട് ഞാൻ വീട്ടിൽ നിന്ന സമയത്ത് ഞാൻ തയ്യലൊക്കെ പഠിക്കാനായിട്ട് പോയ ആ ഒരു ടൈമിൽ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നായിരുന്നു. അപ്പം ഞാൻ കുറച്ചൊക്കെ തയ്ക്കും. പിന്നെ ഇങ്ങ് കല്യാണം കഴിഞ്ഞ് ഇങ്ങ് വന്നപ്പം അതിനെയും കൂടി കൂടെ കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അവിടെ വെറുതെ ഇട്ട് നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് കൂട്ടിയതാണ്. പിന്നെ ഈ പറക്കി എറിയുന്ന തുണികളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴുകാനുള്ള തുണികളാണ് കേട്ടോ. ഈ ഒരു തുണിയെന്ന് പറഞ്ഞാൽ ഈ മിഷ്യൻ്റെ പുറത്ത് കിടന്നിരുന്ന തുണിയായിരുന്നു. അതിപ്പോൾ കസേരയിലാണ് ഇരിക്കുന്നത്. അതാണ് നമ്മൾ വെക്കുന്ന സ്ഥലത്തൊന്നുമല്ല നമ്മുടെ സാധനങ്ങൾ ഇരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. അതാണ് അതിൻ്റെ സാരം. അപ്പം നമ്മളെ മെഷീൻ്റെ പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി തൂത്തുവാരി നമ്മളാൽ കഴിയുന്നതല്ല, പാർത്തനാൽ കഴിയുന്നത് പാർത്തൻ വന്ന് പണിയും തരും, എന്നാൽ പാർത്തനാൽ കഴിയുന്ന സഹായവും ചെയ്യും കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവനെ കൊണ്ട്. അവൻ നമുക്ക് നല്ല മുട്ടം പണിയും തരും, എന്നാൽ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇതിപ്പം അവൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം, അവൻ ഈ പെരയ്ക്കകത്ത്, ഈ റൂമിനകത്ത് പ്രത്യേകിച്ച് കുറേ കമ്പ്, പൈപ്പും കഷ്ണം, കുറേ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും നമ്മളെടുത്ത് കളയാൻ സമ്മതിക്കത്തില്ല. ആക്രിയ എന്ന് പറഞ്ഞാൽ പോലും അവനെടുത്ത് കളയാൻ സമ്മതിക്കത്തില്ല. അവന് കളിക്കാൻ വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ റൂമിനകത്ത് കൊണ്ടുവന്നിട്ടേക്കുന്നത്. എന്തായാലും ആളിപ്പോൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ അതൊക്കെ ഒന്ന് പറക്കി ഒതുക്കി മാറ്റുമോ. ഇനി കളിക്കാൻ പോയിട്ട് വരുമ്പോൾ ഈ സാധനങ്ങൾ കണ്ടില്ലെങ്കിൽ എന്നെ മിക്കവാറും ഇവിടുന്ന് വെടിവെച്ച് തുരത്തുമെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കലതാ ഈ സാധനം ഒന്ന് വൃത്തിയാക്കാം. ഈ ഓർഗനൈസർ അങ്ങനെയല്ലേ അതിന് പറയുന്നത്, അല്ലെ ഷെൽഫ് എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, അവിടെ നമ്മുടെ തിരുവാതിരയുടെ തിരുപ്പനാണ് കേട്ടോ. ഞാൻ തിരുവാതിരയ്ക്ക് പോകുമ്പോൾ വെച്ചിരുന്ന തിരുപ്പനാണ്. നമ്മുടെ മുടിയുടെ നീളം ഒരുപാട് അങ്ങ് കൂടിയത് കൊണ്ട് തിരുപ്പനൊക്കെ വെക്കേണ്ടി വന്നു. എന്ത് ചെയ്യാനാ കുട്ടികളെ. അപ്പോൾ അതേ നിങ്ങളെന്ന് എടുത്ത് കാണിക്കാമെന്ന് വെച്ചതാണ്. നമുക്ക് ആ ഒരു തിരുപ്പൻ ഞാൻ തിരുവാതിരയ്ക്ക് മാത്രമല്ല എടുക്കുന്നത് കേട്ടോ. പാർത്തമ്മനെ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് കൃഷ്ണനായിട്ട് ഒരുക്കും. അവനിപ്പോഴും ഇഷ്ടമാണ് അങ്ങനെ ഒരുങ്ങാൻ. അന്നേരം ഞാൻ അവനത് വെച്ച് കൊടുക്കാൻ ഞാനായിരിക്കും മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം മുടിയായിട്ടൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ ആ ഒരു തിരുപ്പനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ.
അപ്പം നമ്മുടെ ഈ ഷെൽഫിനകത്ത് വെച്ചേക്കുന്ന കുറച്ച് അലുത്തുകുലുത്ത് സാധനങ്ങളെല്ലാം നമുക്ക് പറക്കി ഒതുക്കിയിട്ട് അവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി പൊടി തട്ടാം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊന്ന് വൃത്തിയാക്കി തരണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കാണും. നമ്മുടെ ഈ റൂമിലെ കുറച്ച് അന്തേവാസികളുണ്ടായിരുന്നു. അവർ ഇവിടുന്ന് താമസം മാറിപ്പോയപ്പം ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതായിരുന്നു ഞാൻ. ഇപ്പോൾ വീണ്ടും പനി പിടിച്ച് നമ്മൾ അനങ്ങാൻ പറ്റാതെ മൂലയിൽ ചുരുണ്ട് കൂടിയപ്പോൾ വീണ്ടും അതിനകം എല്ലാം ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കേണ്ട അവസ്ഥ വന്നു. ഇതിൻ്റെ കാലൊക്കെ ഒരുവിധം ഒന്ന് പോയിടും. കുറേ വർഷമായതാട്ടോ. ഇതിപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് ഏതാണ്ട് 2, 3, 4, 5 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. എന്നിട്ടും കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് നമുക്ക് വേണ്ടാത്ത അത്യാവശ്യം നമ്മുടെ റൂമിൽ എന്താണെന്ന് പറഞ്ഞാൽ എത്ര അടുക്കി പറക്കി വെച്ചാലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാരി വലിച്ചിടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ, പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടാകുമ്പം. അപ്പം നമുക്കൊന്ന് അടുക്കി അതിനകത്തോട്ട് വെക്കാനൊക്കെ പറ്റും. അധികം വില ഒന്നും കൊടുക്കണ്ട. കാരണം ഇപ്പോൾ ഒരുപാട് വർഷം പഴക്കം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ കാലൊക്കെ ഒന്ന് ആടിയൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ യൂസ് ചെയ്യുന്ന ബാഗൊക്കെ ഉണ്ടല്ലോ, ബാഗ്, പിന്നെ എൻ്റെ കുറച്ച് ഡയറീസൊക്കെ ഉണ്ട്. ഞാൻ എന്തെങ്കിലും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ എഴുതും. ഈ ബാഗൊക്കെ നല്ല ബാഗാണ് കേട്ടോ. ഞാൻ ഈ പൊത്തോന്ന് എടുത്തിട്ട് അടിക്കുന്നത്, പൊടി കയറിയിരിക്കുന്നുണ്ട് അടിക്കുന്നതാണ്. എവിടെയെങ്കിലും പോകാൻ റെഡി ആകുമ്പം അവനെ ഒന്ന് തൂത്ത് തുടച്ച് കുട്ടപ്പനാക്കി മിനുക്കിയെടുക്കും. നല്ല ബാഗാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കാം. പിന്നെ കുറച്ച് ഡയറി ഉണ്ട്. പിന്നെ എൻ്റേതായ കുറച്ച് ഞാൻ ഉപയോഗിക്കുന്ന ബാത്ത് പൗഡർ, പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ കുറച്ച് DIYs ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനിങ്ങനെ കുറേശ്ശെ ഒരു ടിന്നിനകത്താക്കിയിട്ട് ഇങ്ങനെ പൊടിച്ച് ടിന്നിനകത്താക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മേല് തേച്ച് കുളിക്കുന്ന എണ്ണ, അതൊക്കെ ഞാനിങ്ങനെ ഓരോരോ ടിന്നിനകത്താക്കി വെച്ചേക്കും. അതൊക്കെ നമ്മൾ ഈ ആ ഒരു ഷെൽഫ് കോണുക്കുള്ളതിനകത്താണ് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടേതായ കുറച്ച് സാധനങ്ങളൊക്കെ അൽത്തുകുളുത്തെന്ന് തന്നെ പറയാം, അതായിരിക്കും നല്ലത്. അതുങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പറക്കി വെക്കുന്ന അതിനകത്തിലാണ് ഞാൻ വെക്കുന്നത്. അപ്പം അതിനകത്ത് വെക്കുന്ന ഒരു തിരക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പനി ഒരുവിധം ഒന്ന് മാറി വന്നപ്പോഴത്തേക്കിനും ഞാൻ കരുതിയെന്നാൽ ഇത് വൃത്തിയാക്കാമെന്ന്. ഇത് വൃത്തിയാക്കി കഴിയുമ്പം വീണ്ടും എനിക്ക് അലർജി വരാൻ സാധ്യതയുണ്ട്. കാരണം അമ്മാതിരി പൊടിയായിരുന്നു ഇതിനകത്ത് കേട്ടോ. ഇപ്പോഴേ ചെയ്യണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്ത് ചെയ്യാം, തുടങ്ങി വെച്ചില്ല. അത് തന്നെയല്ല, ഈ ഒരു റൂമിൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമം. നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു റൂം ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു സങ്കടം തോന്നുന്നു. വൃത്തിയായിട്ടിടാമെങ്കിൽ അത്രയും നല്ലതല്ലേ, ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും പറഞ്ഞിരിക്കാതെ നമ്മൾ പെട്ടെന്ന് ചടപടേ എന്നൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ആദ്യം കാണിച്ച ഒരവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷെൽഫൊക്കെ എല്ലാം അടുക്കി പറക്കി സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ നമ്മുടെ മേശവരിപ്പിനകത്ത് നോക്കും, വലിപ്പിനകത്ത് നമ്മൾ ഇത് നമ്മുടെ മേക്കപ്പ് ഐറ്റംസാണ്. ആ ക്ലിപ്പാണ് അവിടെ, തുണി കുത്തുന്ന ക്ലിപ്പുകളാണ് അതൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് മണിപ്പേഴ്സ്, ലാപ്പ് കാര്യങ്ങളൊക്കെയാണ്. അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇതൊരു കുഞ്ഞൊരു വ്ലോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണേ കേട്ടോ. അപ്പം ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ. പറഞ്ഞിരിക്കലതാ വീണ്ടും മഴ വീണടാ. അപ്പം പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. സ്നേഹപൂർവ്വം രേഷ്മ.